ഹലോ, കഴിഞ്ഞ ദിവസം ഇട്ട ജംസ്യൂട്ടിൻ്റെ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ ആദ്യം യോക്ക് പോർഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് 4 മടക്കി ഇടണം. ആദ്യം നമ്മൾ കൊടുക്കാൻ പോകുന്ന മെഷർമെൻറ്റ് ഷോൾഡറിൻ്റെ കേട്ടോ. അതിന് ഏകദേശം ഇതുപോലെ ഒരു 6 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി എടുക്കണം. ഇനി ആ 6 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ആം ഹോൾ ഒരു 6.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതൊരു മീഡിയം സൈസിൻ്റെ അളവാട്ടോ ഞാൻ പറയുന്നത്. ഇനി ഇതുപോലെ ഇവിടുന്ന് 6 ഇഞ്ചാണോ കിട്ടുന്നതെന്ന് നോക്കണം കേട്ടോ. ഇനി ഒരു സ്കെയിൽ വെച്ചിട്ട് അത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണേ. ഇനി കൊടുക്കാൻ പോകുന്നത് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആട്ടോ. അത് ഏകദേശം ഒരു 8 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 10 ഇഞ്ചാക്കി എടുക്കണേ. ഇനി അതുകൂടി ഒരു സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ. ആം ഹോൾ കുഴിച്ചു വെട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി എടുക്കണേ. അതിനുശേഷം ഇത് കയറു പോലെ ഒന്ന് വരച്ചെടുക്കണം. ഇനി അടയാളപ്പെടുത്താൻ പോകുന്നത് യോക്കിൻ്റെ ലെങ്ത് ആട്ടോ. അത് ഏകദേശം ഒരു 16 ഇഞ്ചാണ് എടുക്കുന്നത്. തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 17 ഇഞ്ച് അടയാളപ്പെടുത്തണേ. ഇനി ആ 17 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടുത്തെ വണ്ണമാട്ടോ എടുക്കേണ്ടത്. അത് ഏകദേശം ഒരു 7.5 ഇഞ്ച് വരും എനിക്ക്. പിന്നെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 9.5 ഇഞ്ചാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതും ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം കേട്ടോ. മേലെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ താഴേക്കൊന്ന് വരച്ചു കൊടുക്കണേ. ഇനി വള്ളി വെക്കാൻ പോകുന്നതിൻ്റെ അളവാട്ടോ എടുക്കാൻ പോകുന്നത്. അത് ഏകദേശം ഒരു 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ അധികം വള്ളിക്ക് നീളം കൊടുക്കുന്നില്ല കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഇനി നെക്കിൻ്റെ ഇറക്കം കേട്ടോ കൊടുക്കാൻ പോകുന്നു. അത് ഞാൻ ഏകദേശം ഇവിടെ ഒരു 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ആ മേലെ 2 ഇഞ്ച് ഈ 5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണേ. ഇനി ഈ വരച്ച് വെച്ചേക്കുന്ന എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെയിൻ ക്ലോത്തിൻ്റെ അതേ അളവിൽ ലൈനിങ് പീസും കൂടെ കട്ട് ചെയ്തെടുക്കണേ. അങ്ങനെ ഏകദേശം യോക്ക് പോർഷൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് വള്ളിക്ക് വേണ്ടിയിട്ടാട്ടോ. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന പോലെ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണേ. ഇനി ഈ തുണി കട്ട് ചെയ്യാൻ പോകുന്ന അതിൻ്റെ ഫ്രണ്ടിൽ ഫ്രില്ല് പോലത്തെ ഒരു മോഡൽ വരുന്നില്ലേ, അതിനായിട്ട് ഈ കാണുന്ന പോലെ 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണേ. പിന്നെ ഈ കാണുന്ന പോലെ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ വീതി ആട്ടോ അളക്കാൻ പോകുന്നത്. അതിൽ ഈ കാണുന്ന പോലെ ആ 2 ഇഞ്ചിൽ നിന്ന് ഒരു 4 ഇഞ്ച് വരേക്കും അടയാളപ്പെടുത്തണേ. ഇനി അതെല്ലാം കൂടി ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി അളവെടുക്കാൻ പോകുന്ന ആ ബോട്ടം പോലെ ഇരിക്കുന്ന പോർഷൻ ആട്ടോ. അതിൻ്റെ ലെങ്ത്ത് ഞാനൊരു 36 ഇഞ്ചാണ് കൊടുക്കുന്നത്. പിന്നെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഒരു 37 ഇഞ്ചാക്കി എടുക്കണേ. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ, ആ ബോട്ടത്തിൻ്റെ അവിടുത്തെ വിഡ്ത്ത് ഒരു 9.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് ഷൂട്ട് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. ഇനി മേലെ ആ 9.5 ഇഞ്ചിന് താഴേക്ക് ഇതുപോലെ ഒരു 12 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണേ. ഇനി നമുക്ക് അവിടെ ഒന്ന് കുഴിച്ചു വെട്ടാനുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ഇനി ഈ കാണുന്ന പോലെ ഇതെല്ലാം കൂടി ഒന്ന് വരച്ചെടുക്കണേ. അതിനുശേഷം ഈ കാണുന്ന പോലെ ഒരു ചെറിയ കർവ് അവിടെ വരയ്ക്കണം. അത് നമുക്ക് കുഴിച്ചു വെട്ടാനുള്ള സ്ഥലം കേട്ടോ. ഇനി നിങ്ങൾക്ക് എത്ര ഫ്ലെയർ ആണോ ആവശ്യം വരുന്നത് അത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണേ. ഇനി അതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഡ്രസ്സിൻ്റെ കട്ടിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തയ്ക്കാൻ പോകുന്നത് വള്ളിയാട്ടോ. അപ്പോൾ ആദ്യം ഈ കാണുന്ന പോലെ ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കണേ. എന്നിട്ട് ഈ കാണുന്ന പോലെ ഈ നൂലൊന്ന് വലിച്ച് ഇതുപോലെ ഒന്ന് എടുക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വള്ളി തയ്ച്ചതിന് ശേഷം ഒന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു നൂല് നമ്മൾ ഇതിനകത്തൂടെ കൊടുക്കുന്നത്. ഇനി ഈ കാണുന്ന പോലെ തന്നെ ഈ നൂല് ഇതിനകത്തൊന്നാക്കിയതിന് ശേഷം സൈഡിൽ കൂടി ഒന്ന് അടിച്ചെടുക്കണേ. ഇനി ഈ കാണുന്ന പോലെ ആ നൂലെ പിടിച്ചൊന്ന് വലിക്കുമ്പോഴത്തേന് ഇത് തിരിഞ്ഞു പോരും കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും തിരിഞ്ഞൊന്നും പോരത്തില്ല. കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം കേട്ടോ ഞാനിതൊന്ന് തിരിച്ചിട്ടത്. അങ്ങനെ അതുപോലത്തെ 2 വള്ളി ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്രില്ല് പോലെ വരുന്നതിൻ്റെ താഴെ ഭാഗം ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ആദ്യം ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം രണ്ടാമതൊന്നും കൂടെ മടക്കി അടിക്കണേ. അപ്പോൾ അതുപോലത്തെ 2 ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അത് രണ്ടും കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്യണേ. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു മണ്ടത്തരം കൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രില്ല് പോലത്തെ ഇത് മെയിൻ ക്ലോത്തുമായിട്ട് തയ്ക്കുന്നത് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ അടിച്ചിരിക്കുന്നത് കഴുത്ത് ഭാഗമാണ്. ഇതുപോലെ തന്നെ ആ കൈയുടെ ഭാഗം ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. പറഞ്ഞു തരുമ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ വീഡിയോയിൽ എങ്ങനെയാണോ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യണേ. ഇപ്പം ഞാൻ ഒരു കൈയുടെ സൈഡ് മാത്രമേ തയ്ക്കുന്നത് കാണിച്ചിട്ടുള്ളൂ. ഇതുപോലെ തന്നെ മറ്റേ സൈഡും ചെയ്യണം കേട്ടോ. ഇനി വള്ളിയാണ് തയ്ച്ചു കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ വള്ളി ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഇതുവരേക്കും നമ്മൾ ലൈനിങ് വെച്ചിട്ടില്ലായിരുന്നു. ഇനിയാണ് നമ്മൾ ലൈനിങ് വെക്കാൻ പോകുന്നത് കേട്ടോ. ഈ കാണുന്ന പോലെ ലൈനിങ് ഒരു പിന്ന് വെച്ച് കുത്തണം കേട്ടോ. കാരണം ഇത് മാറിപ്പോകാതിരിക്കാനായിട്ടാണ് ഇതിങ്ങനെ ഒരു പിന്ന് വെച്ച് കുത്തി വയ്ക്കുന്നത്.
അങ്ങനെ ലൈനിങ് ഇതേ നമ്മൾ നെക്കിൻ്റെ അവിടെ സ്ലീവിൻ്റെ അവിടെയൊക്കെ ഒന്ന് അടിച്ചെടുക്കണേ. ഇനി ഇതേ കാണുന്ന പോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം ലൈനിങ് ഇതുപോലെ ഒന്ന് മറിച്ചിടണേ. അതിനുശേഷം ഇതൊന്ന് പതിച്ചടിക്കണം. ലൈനിങ് പതിച്ചടിച്ചതിന് ശേഷം വെളിയിൽ കൂടെ ഇതുപോലെ ഒന്ന് പതിച്ചടിക്കണേ. ഇനി വള്ളിയുടെ നീളമാട്ടോ അളക്കാൻ പോകുന്നത്. അത് ഏകദേശം ഒരു 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. പക്ഷേ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഒരു 4.5 ഇഞ്ചാക്കി എടുക്കണേ. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ വള്ളി ഇതാ ബാക്ക് പീസിലോട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. ഇനി ഫ്രണ്ട് പീസിൽ എങ്ങനെയാണോ നമ്മൾ ലൈനിങ് കൊടുത്തെടുത്തത് അതുപോലെ തന്നെ ബാക്ക് പീസിൽ ലൈനിങ് കൊടുത്തെടുക്കണേ. ഇനി ഇതാ ബാക്ക് പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സിബ് വയ്ക്കാനായിട്ടാണ്. ഇനി നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെ അരികെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂല് വിട്ടു പോകാതിരിക്കാനായിട്ടാണ് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അടിച്ചതിന് ശേഷം മറ്റേത് ഇതുപോലെ തന്നെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ സിബ് എടുത്തതിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് മറച്ച് വെച്ചിട്ട് അതൊന്ന് അടിച്ചെടുക്കണേ. അപ്പോൾ ആദ്യം സിബ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ദാ ഇതുപോലെ അറ്റത്തൂടെ അടിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ദാ ഇതുപോലെ സിബ് ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി ഇതിനകത്തൂടെ അടിക്കണം കേട്ടോ. ഇപ്പോൾ ഈ അടിക്കുന്ന കേട്ടോ രണ്ടാമത്തെ അടിപ്പ്. ഈ രണ്ടാമത്തെ തയ്യൽ നല്ല ശ്രദ്ധിച്ച് വേണം തയ്ക്കാനായിട്ട്. കാരണം നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഈ സിബിലൂടെ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പണിയാട്ടോ. തയ്ക്കുന്ന എല്ലാവർക്കും തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ എങ്ങനെയാണോ സിബ് തയ്ച്ചത് അതുപോലെ തന്നെ മറ്റേ ഭാഗത്ത് നമ്മൾ സിബ് തയ്ച്ചെടുക്കണേ. അങ്ങനെ രണ്ട് സൈഡും തയ്ച്ചതിന് ശേഷം അടിയിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അടിച്ചതിന് ശേഷം എക്സസ് ആയിട്ടുള്ള സിബ് നമുക്ക് കട്ട് ചെയ്ത് കളയാവേ. ഇനി തയ്ക്കാൻ പോകുന്നത് ബോട്ടം പോലെയുള്ള ആ ഭാഗമാണ്. അതിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം മൊത്തം. ഇനി ഇത് അതിൻ്റെ ക്രോച്ച് ഏരിയയും കൂടി ഒന്ന് അടിച്ചെടുക്കണേ. ക്രോച്ച് അടിക്കുന്ന സമയത്ത് ഒരടിപ്പല്ല കൊടുക്കേണ്ടത്, 2 അടിപ്പ് കൊടുക്കണം കേട്ടോ. ഇതാ അങ്ങനെ നമ്മൾ അതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ്റ് ഒന്ന് കൂട്ടി അടിക്കണേ. അപ്പോൾ ഇതാ ഇതുപോലെ കറക്റ്റ് അളവിലൊക്കെ പിടിച്ചിട്ട് വേണം ഒന്ന് അടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതാ ബോട്ടം പോലത്തെ ആ ഭാഗം എടുത്തിട്ട് അതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണേ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യോക്ക് ഇതുപോലെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് എൻ്റെതായ ഓരോ കലാവിരുദ്ധ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതാ മേൽഭാഗവും താഴ്ഭാഗവും കൂടി ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണേ. അപ്പോൾ ഈ സെയിം പോലെ തന്നെ മറ്റേ യോക്കും ഒന്ന് തയ്ച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം 2 യോക്കും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പതിച്ചടിച്ചെടുക്കണേ. അവസാനമായിട്ട് ഡ്രസ്സിൻ്റെ ബാക്കും ഫ്രണ്ടും ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ.
അപ്പോൾ ഇത് അടിക്കുന്ന സമയത്ത് ഞാൻ എവിടെ വരെ അടിക്കുന്നുണ്ടോ നോക്കിയിട്ട് അവിടെ വരെ അടിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഡ്രസ്സ് കുറച്ച് ഷേപ്പിലിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്ച്ച് നോക്കണം കേട്ടോ. തയ്യൽ പഠിക്കാത്ത എനിക്ക് തയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ദേ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.